മുൻമന്ത്രി കെ രാജൻ ഇപ്പോൾ കള്ളാച്ചിയിലെ അപകടം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. രാജേട്ടാ, എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ? ഈ മഴ കൂടി വന്നതോടുകൂടി കുറച്ച് ഗൗരവമാണ്. ഇപ്പോൾ തുരങ്കത്തിന്റെ പ്രധാന പോയിന്റിൽ നിന്നാണ് പ്രഷർ ഉണ്ടായിട്ട് മണ്ണിങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് 5 പേരാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. പക്ഷേ ആരെങ്കിലും കാഴ്ചക്കാരായി ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും നോക്കേണ്ടതുണ്ട്. ദുഷ്കരമായിട്ടുള്ള തെരച്ചിൽ സാഹചര്യമാണ്. എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട്. സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയാണ് ഒരു ദുരന്ത നിവാരണ ഘട്ടം എന്ന നിലയിൽ. വേറെ ഒരു വിവാദത്തിനും ഇപ്പോൾ ഇടയില്ല. പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ കൊണ്ട് എന്താണ് ഉണ്ടായത് എന്നാരും പ്രവചിക്കാനും ഇപ്പോൾ പാടില്ല. സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ പ്രശ്നം ആരെങ്കിലും പെട്ടവരുണ്ടോ, രക്ഷപ്പെടുത്താനുണ്ടോ? ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒഴുക്ക് മലവെള്ളപ്പാച്ചിൽ കൂടുതലാവുകയാണ്. കോൺക്രീറ്റ് ഭാഗങ്ങളിലൊക്കെ തട്ടിക്കിടന്നവർ നിന്നുപോയവരുമായിട്ടുള്ള ആളുകളുണ്ടോ എന്നൊക്കെ ഉൾപ്പെടെയുള്ള പരിശോധനകളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. സ്വാഭാവിക മണ്ണിടിച്ചിൽ നടന്നു കരുതണ്ടേ ആദ്യത്തെ കാഴ്ചകൾ കാണുമ്പോൾ? അതെ, മണ്ണിടിച്ചിൽ വളരെ ഗൗരവമായിട്ടുണ്ടായി എന്ന് കരുതണം. മഴ നല്ലതുപോലെ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു. കാരണം ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് പറയുന്നത് ഒരു ഗുണകരമായിരിക്കില്ല. അതിൻ്റെ ഒരു നിഗമനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ പരിധിക്കകത്ത് പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാം. സമഗ്രമായ അന്വേഷണമായിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം കാണരുത്. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ടീമായി എല്ലാവരും കൂട്ടായി നിർത്തുക. ദുരന്തം എന്ന് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണോ? അല്ല, നമുക്കിപ്പോൾ അങ്ങനെ പ്രവചിക്കാനോ അത്തരം ഒരു വിവാദത്തിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം ആളുകൾ തുടക്കത്തിൽ തന്നെ ഒരു ദുരന്തത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. അതിലെന്തൊക്കെയാണ് മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിൽ ആ മനുഷ്യരാരൊക്കെയാണ്, ഇതൊക്കെ അന്വേഷണത്തിന് നമുക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. പറയുന്നത് വലിയൊരു ആശങ്കയുണ്ട് ഈ മണ്ണിങ്ങനെ കൂടിക്കിടക്കുന്നതിനെ കുറിച്ച്. ഓരോ തവണ മഴ പെയ്യുമ്പോഴും അവർക്ക് പേടിയാണെന്നാണ് പറയുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി? ഉറപ്പായിട്ടും അതൊരു ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഒരു നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട രീതിയിൽ പെടുന്നതാണത്. അങ്ങനെ പ്രത്യേകിച്ച് കാലം, മഴക്കാലം, അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തും. ആ ഹോട്ട്സ്പോട്ടുകളിൽ ഒഴിഞ്ഞു പോകേണ്ട ആളുകളെ നിശ്ചയിക്കും. അല്ലെങ്കിൽ അവിടെയുള്ള ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എങ്ങനെ മാറ്റണമെന്ന് ആലോചിക്കും. അതിന് സ്ഥിരമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഈ ദുരന്തത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുക, മരണപ്പെട്ടവരെ പരമാവധി സഹായങ്ങൾ എത്തിക്കുക, ബാക്കിയുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദുരന്തത്തിന് സമയത്ത് മുഴുവൻ സമയം ഉണ്ടായതാണ്. അപ്പൊ ഇവിടുത്തെ ജോഗ്രഫി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇപ്പൊ ദുർബലമായിട്ടുള്ള മണ്ണിന്റെ സ്വഭാവമാണ് കാണുന്നത്. ഞാനിപ്പോ ന്യൂസ് 8ന്റെ ക്യാമറാമാനോട് അവിടെയുള്ള മണ്ണ് കുത്തിയൊലിച്ചു വരുന്നൊന്ന് നോക്കി വെക്കാൻ പറഞ്ഞു. കാരണം അതിന്റെ താഴെ 2 ഹിറ്റാച്ചി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായ അതേ റൂട്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ വെള്ളം പോകുന്നത്. ചാലിയാറിലേക്ക് സൂചിപ്പാറ വഴി കൃത്യമായിട്ട് ഈ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് മണ്ണ് വളരെ ദുർബലമാകുകയാണ്. ഏത് സമയത്തും ഓരോ പോർഷനും ഇടിഞ്ഞുകൊണ്ടിരിക്കും. ആ വിധത്തിലുള്ള മഴ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ കുറച്ച് മഴ ഒഴിഞ്ഞു നിന്നെങ്കിലും ഇപ്പോൾ കൂടുന്നുണ്ട്. അതനുസരിച്ച് സുരക്ഷാ പരിശോധനയുടെയും തയ്യാറെടുപ്പുകളുടെയും സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തേണ്ട ഘട്ടമായിട്ടുണ്ട്. ആളുകളുടെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത്. ആദ്യം ആളുകളുടെ സുരക്ഷ, ആവാത്തവരെ കണ്ടെത്തി അവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായിട്ടുള്ളത് ഇനി ഇതിന്റെ തുടർച്ചയില്ലാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്, മഴ വീണ് ഒലിച്ചുകൊണ്ടിരിക്കുന്ന, ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ പ്രത്യേകമായിട്ടുള്ള സുരക്ഷിതത്വം കൊടുക്കുകയും വാഹനങ്ങളും ആളുകളും ഒഴിവാക്കുകയും ചെയ്യാനുള്ള പ്രവൃത്തി കൂടി ഇതിന്റെ ഭാഗമായിട്ട് വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ജനങ്ങളുടെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത്. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഒപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്ത് ആളുകളുടെ ഭീതി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുൻമന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.